ഹലോ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ ബാക്ക് പോർഷനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. 13 ഇഞ്ചായിരുന്നു ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 13.5 ഇഞ്ചിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ളതിൽ അതുകൂടെ ആഡ് ചെയ്തിട്ടാണ് 13.5 ഇഞ്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിൽ ഒരുപാട് മെത്തേഡ് വരുന്നുണ്ട്. ബാക്കിൽ 2 ടെക്ക് കൊടുക്കും. ചിലവർ കൊടുക്കൂല, ടെക്കില്ലാണ്ട് സ്റ്റിച്ച് ചെയ്യണവരുണ്ട്. ടെക്ക് കൊടുത്ത ശേഷം മടക്കി അടിക്കണമുണ്ട്. ഇനി ടെക്ക് കൊടുത്തിട്ട് വേറെ പീസ് വെച്ചിട്ട് ഉള്ളിൽ വെച്ചടി, അങ്ങനെ ഒരുപാട് മെത്തേഡ് ബ്ലൗസിലുണ്ട്. എനിക്കറിയാവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആളുള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക. എനിക്കറിയാവുന്നതാണ്, ഉറപ്പായിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതുപോലെ 4 ടെക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു ജസ്റ്റ് 30, 32, 34 വരുന്ന ആൾക്കാർക്ക് ഏകദേശം കറക്റ്റാവും. ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് പറഞ്ഞാൽ ഡമ്മിമെന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇടുന്ന അത്ര ഒരു പെർഫെക്ഷൻ ഡമ്മിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഇതുപോലെ 4 ടെക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പോർഷനിൽ കഴിഞ്ഞിട്ടുണ്ട്, കാണാമല്ലേ. ഇതേപോലെ മറ്റേ പോർഷനും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ഇതിലെങ്ങനെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതേ ഇതിൽ തന്നെ വേണം കേട്ടോ ഇതിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒരിക്കലും വ്യത്യാസങ്ങൾ വരാൻ പാടില്ല. അളവാളിലൊന്നും കറക്റ്റ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഇനി ഇത് ശരീരത്തിന് അളവെടുക്കുമ്പോൾ മാത്രമേ കുറച്ച് ഡൗട്ട്സുകൾ ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് അളവ് തന്ന ബ്ലൗസും വന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. വളരെ സിമ്പിളാണ്. കാരണം എന്താ വെച്ചാൽ അളവും കാര്യങ്ങളും എല്ലാ ടെക്കിൻ്റെ കാര്യങ്ങളും ഫുള്ള് ആ ഒരു അളവുമ്പോൾ നമുക്കുണ്ടാവും. അളവ് വെച്ചിട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുമ്പോഴാണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ട്. അളവ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സുകൾ നമ്മൾ ശരീരത്തിന് അളവെടുക്കുമ്പോൾ വരും. ഒരളവ് കിട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മുടെ 2 ഭാഗവും ഇതുപോലെ ടെക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാഡ് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് നോക്കിയൊക്കെയാണ് കാണാമല്ലേ. ഇപ്പം നമ്മളെ 2 പോർഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെച്ച് നോക്കണം കേട്ടോ. ഡോട്ടുകളൊക്കെ ടെക്കുകളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് അതിൻ്റെ താഴെ ഈ ഒരു പീസും കൂടെ കൊടുക്കാനുണ്ട്. ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 2 സൈഡ് മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതും കൂടി നമ്മൾ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ വെച്ച ശേഷം നല്ല ഭാഗം വെച്ച് കൊടുക്കുക. ഒരു കോണ് പുറത്തേക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു കോൺ ഷേപ്പ് പുറത്തേക്ക് വരണം. അതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ഈ 1/2 ഇഞ്ച് നമ്മൾ കൊടുത്ത ടെക്ക് ഒരിക്കലും നിവർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. അത് മടക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. ഒരിക്കലും നിവർത്തി കൊടുക്കരുത്. ഇടുമ്പോൾ ഒരിക്കലും സെറ്റായി കിട്ടില്ല. അത് കാണാമല്ലേ. ഇതുപോലെ മടക്കി കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് കളയാം. കാരണം നമ്മൾ ടെക്ക് ഇട്ട് കൊടുത്തപ്പോൾ അവിടെ 1 ഇഞ്ച് പോയിട്ടുണ്ട്. 1 ഇഞ്ചാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കട്ട് ചെയ്ത ഭാഗം എപ്പോഴും നോട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഒന്നുകൂടെ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒരിക്കലും നിവർത്തി വെച്ച് സ്റ്റിച്ച് ചെയ്യരുത്. ഇതുപോലെ നല്ല ഭാഗം വെച്ചിട്ട് അതിൻ്റെ കാണാമല്ലേ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്ത ശേഷം ഒരു കോൺ ഷേപ്പ് കാണാണ്ട് പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കാണാണ്ടോ. ഞാൻ അവിടേക്ക് 1/2 ഇഞ്ചിൻ്റെ ടെക്കിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ മടക്കി കൊടുത്ത ശേഷം വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാണാമല്ലേ, മടക്കി കൊടുത്ത ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി എക്സ്ട്രാ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് 2 പോർഷനും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. കാണാമല്ലേ. ഇപ്പം നമ്മുടെ ആ ടെക്കാളും അടിഭാഗത്തെ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫുൾ ലെങ്ത്ത് കാരണം 13 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അളവിൽ 13 ഇഞ്ചാണ് വേണ്ടത്. കാണാമല്ലേ. ഷോൾഡർ ഒരു മടക്ക് പോകും. അപ്പോൾ കഴുത്തിൻ്റെ ഈ ഭാഗം പോകും. നമുക്ക് ഏറ്റവും ലാസ്റ്റ് 6, 6, 12, 6, 7, 13 ആ ഒരു ഇതിലാണ് എടുക്കേണ്ടത്. ഒരു 1/2 ഇഞ്ച് കാണാമല്ലേ. അവിടെ താഴത്തെ ഒരു 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് ആ 2 പീസ് ഉണ്ട് പറഞ്ഞിരുന്നു ഞാൻ. ഒരു ഭാഗത്ത് 3 പീസാണ്, അതിൽ 2 പീസാണ് ഇപ്പം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരുമിപ്പിച്ച് വെച്ച ശേഷം
കറക്റ്റ് അടിഭാഗം വക്ക് ഒരുമിപ്പിച്ച ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു 1/2 ഇഞ്ചിലോ 3/4 ഇഞ്ചിലൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അത് നിവർത്തി വെച്ച ശേഷം ആ ഒരു റെഡ് തുണി, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ റെഡ് തുണി എടുത്തിട്ടുള്ളത്. അതും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. റെഡ് തുണിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ തയ്യൽ തുമ്പ് ഉള്ളത്തെ വരാൻ. അതിൻ്റെ മുകളിൽ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാണാണ്ടോ? കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഈ ഒരു കട്ട് പീസ് വെക്കുന്നതിനും ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇത് തുമ്പ് തയ്യൽ തുമ്പ് കാണുന്ന രീതിയിലുള്ളൊരു സ്റ്റിച്ചിങ് ആണ്. ഇത് കാണാത്ത രീതിയിൽ സ്റ്റിച്ചിങ് ഉണ്ട്. ഇതല്ലാണ്ട് ഇതിൽ തന്നെ ഒരുപാട് മെത്തേഡ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ വെച്ച ശേഷം കറക്റ്റ് വക്ക് ഒരുമിപ്പിച്ച് വെച്ചാൽ മതി. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു പീസും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കാണാമല്ലേ? വക്കിന് സ്റ്റിച്ച് ചെയ്തിട്ട് നിവർത്തി വെച്ച് നോക്കുക. ഇപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക. കട്ടിങ്ങും മെഷർമെൻറ്റും അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ്. ഇനി ഈ ഒരു ഭാഗം അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാണാമല്ലേ? ആ ഒരു കട്ട് ചെയ്ത ഭാഗം ആ ഒരു സൈഡിലോട്ട് തന്നെ വരണം. ഇനി ഇതുപോലെ വെച്ച ശേഷം നമ്മൾ മറ്റേത് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ തയ്യൽ തുമ്പ് റെഡിലോട്ട് വരണം കേട്ടോ. കാണാണ്ടോ? റെഡിലോട്ട് വെച്ചിട്ട് വേണം അതിന് മുകളടി ഇട്ട് കൊടുക്കാൻ. ചിലവർ ഇത് മടക്കി വെച്ചിട്ട് ചെയ്ത് കൊടുക്കണമുണ്ട് കേട്ടോ. മാക്സിമം ഞാൻ ഈ ബ്ലൗസുമൊക്കെ കൂടുതൽ സ്റ്റിച്ച് വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. കാരണം അത് മടക്കി വെക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കിടക്കുക. കാണാണ്ടോ? അതിൻ്റെ നല്ല ഭാഗത്തോട്ട് ആ സ്റ്റിച്ചിങ് കാണൂല. ഇതുപോലെ വെച്ച ശേഷം മറ്റേ ചെയ്ത പോലെ തന്നെ ഒരുമിപ്പിച്ച് വെച്ച ശേഷം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ അതിൻ്റെ ആ റെഡ് പീസ് കട്ട് ചെയ്തിട്ടില്ല. കാണാണ്ടോ? അത് ലാസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. കാണാണ്ടോ? നിവർത്തി വെച്ച ശേഷം ആ എക്സ്ട്രാ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ റെഡ് കളർ വരുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കണം. ആ സൈഡും ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിലത്തെ 2 ഇതും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു ഭാഗമാണ് ബ്ലൗസിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഇത് ക്ലിയർ ചെയ്താൽ തന്നെ ബ്ലൗസ് ഏകദേശം സ്റ്റിച്ചിങ് നമ്മളെ കഴിയും. ഇനി പഴയ പോലെ ഷോൾഡർ ജോയിൻ്റാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതുപോലെ വെച്ച ശേഷം ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കുക. വീണ്ടും പറയണം, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ബ്ലൗസിൽ ഒരുപാട് മെത്തേഡ് വരുന്നുണ്ട്. ഷോൾഡർ ഒരുപാട് കമ്മി, ഷോൾഡർ പറഞ്ഞ സംഗതി ഇല്ലാണ്ട് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വരുന്നതുണ്ട്. ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇതാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് എത്രയും ഫാസ്റ്റായിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ഐഡിയ മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക. ഇനി പാറ്റേൺ കട്ട് ചെയ്തെടുക്കാൻ, മാർക്കിങ് കറക്റ്റായിട്ട് കിട്ടാൻ, അതൊക്കെ മാർക്കിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സ്റ്റിച്ചിങ്ങിൽ. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള 2 ഇഞ്ച് ബാക്കിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഇഞ്ച് നമ്മൾ കൊടുത്ത എക്സ്ട്രാ തയ്യൽ തുമ്പാണ്. അതാണ് ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ സെൻറ്ററാണ് പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. കാണാമല്ലേ? ഇതുപോലെ സെൻറ്റർ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ മടക്കി കിട്ടുന്ന പോയിൻ്റാണ് നമ്മൾ ജസ്റ്റ് ടെക്ക് ഇടാനും ഉപയോഗിക്കുന്നത്. കാണാമല്ലേ? ഇനി അവിടെ നമ്മൾ ഒരു 4-4.5 ഇഞ്ചിൽ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിലോട്ട് 1 ഇഞ്ച് ഇതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡും ആ 1 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ടക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ടക്ക് ഇടുമ്പോൾ എന്താ പറയുക, ടക്ക് ഇട്ട ശേഷം മടക്കി സ്റ്റിച്ച് ചെയ്യണുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് കേട്ടോ ഈ ടക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 ടക്ക് ഇട്ട് കൊടുക്കുക, ഓരോ ഇഞ്ച് വെച്ചിട്ട്. കാണാണ്ടോ? ഇതുപോലെ ടക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിവർത്തി വെച്ച് നോക്കുക. ഇപ്പം നമ്മൾ ടക്കിടൽ കഴിഞ്ഞിട്ടുണ്ട്. കാണാമല്ലേ? ഈ ടക്കിട്ട ശേഷം നമുക്ക് കറക്റ്റ് അളവ് എത്രയാണ് വേണ്ടത് 2 ഇഞ്ച് പോയിൻ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ബാക്ക് പോർഷന് 25 ഇഞ്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പാതി 12.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഇഞ്ച് ഒഴിവാക്കിയാൽ നമുക്ക് എന്തായാലും മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടണം. അതിലോട്ട് മാത്രം ശ്രദ്ധ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കൈ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 കൈ അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഞാൻ ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ കുളത്തും ഇത് ലാസ്റ്റ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ബ്ലൗസിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയിൽ ചെയ്യാലോ കരുതി. കാരണം ഞാൻ വേറെ വീഡിയോസിലൊക്കെ ആ കുളത്തിൻ്റെ പോർഷനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കഴുത്ത് പൈപ്പിങ്ങും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ കൈ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. കാണാമല്ലേ, ആ കുഴിച്ച് കട്ട് ചെയ്ത് അവിടെ ഫ്രണ്ട് ബാക്ക് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് വെക്കണത് എപ്പോഴും നല്ലതാണ്, മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനെ പോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. കാണാമല്ലേ, ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് ആ ഒരു കുഴിച്ച് കട്ട് ചെയ്ത പോർഷൻ വരേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുവാണ് കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക, എന്തായാലും കറക്റ്റ് ആവണം സെൻറ്റർ. ഇതുപോലെ മടക്കി വെച്ച ശേഷം കറക്റ്റ് സെൻറ്റർ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഇതുപോലെ വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാണാമല്ലേ, ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡും കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. പിന്നെ കൈ സ്റ്റിച്ച് ചെയ്യുന്ന കുറച്ചൊക്കെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റാണ് വെച്ചാൽ തെറ്റില്ല, അത്രയും പെർഫെക്റ്റാണ് തോന്നുകയാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇതുപോലെ ചെയ്യാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരൊറ്റ അടിൻ്റെ അടിച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പം നമ്മുടെ കൈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്, കാണാമല്ലേ. ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് സൈഡാണ് കേട്ടോ. സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. കാണാമല്ലേ, ഇതുപോലെ രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഒരു കൈ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇനി ഇത് നമ്മൾ 2 ഇഞ്ച് എല്ലാ ഭാഗവും 2 ഇഞ്ച് ബാക്കിലോട്ട് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. എല്ലാ വീഡിയോയിലും പറയണതാണ്, എത്രയാണോ നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുള്ളത് അതൊക്കെ അതുപോലെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്ത ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ ശരീരത്തിന് അളവെടുക്കുമ്പോൾ +4 ഇഞ്ച് ആഡ് ചെയ്തിരിക്കണു. അതിൻ്റെ കൂടുതൽ വെക്കുന്നത് തയ്യൽ തുമ്പാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഉള്ളിലോട്ട് ഇട്ടിട്ടുള്ളത്. ഇനി തയ്യൽ തുമ്പ് കൂടുതൽ ആവശ്യമില്ലാത്ത ആൾക്കാരാണ്ട് 2ന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. കാണാമല്ലേ, ഇപ്പോൾ നമ്മൾ 2 പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വെച്ചിട്ട് 2 ഭാഗം ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഫ്രണ്ടിൽ കുളത്ത് കൊടുക്കണ ഭാഗം മറ്റേ സൈഡുമാണ് കേട്ടോ. കാണാമല്ലേ, അപ്പോൾ നമ്മൾ 2 കൈയും 2 ഭാഗം ഷേപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുളത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിതാ ഇതുപോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ എന്തെങ്കിലും ചെറിയ ലൂസ് ചെറിയ ടൈറ്റ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റണതുള്ളൂ കേട്ടോ. കാണാമല്ലേ, ഇതുപോലെ ഇത് കുളത്ത് പിടിപ്പിക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ. 1.5 ഇഞ്ചിൻ്റെ പീസാണ് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച ശേഷം അടിഭാഗം നമ്മൾ ബാക്ക് സൈഡിലോട്ടൊന്ന് മടക്കി കൊടുക്കുക. അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തതിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമ്മളിതാ ആ 1.5 പീസുമൊക്കെ വേണം കേട്ടോ നമ്മൾ ഈ മുകളടി വരാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം. കാണാമല്ലേ, ഇനി ബാക്കിലോട്ട് ഇട്ട ശേഷം ഒന്ന് മടക്കി വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാണാമല്ലേ, കറക്റ്റായിട്ട് ഇത് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എക്സ്ട്രാ വരുന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കാണാമല്ലേ, ഇപ്പം നമ്മുടെ കുളത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള പോർഷൻ നമ്മളെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൊളത്താനുള്ളൊരു പോർഷനാണ് കേട്ടോ അത്. അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നമ്മൾ കാണാണ്ടോ ഈ ഒരു പീസിൻ്റെ നല്ല വശം ബാക്ക് സൈഡിലോട്ട് ഇത് അതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലാസ്റ്റ് വരുന്ന പോർഷന് ജസ്റ്റ് മടക്കി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ കുളത്തിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കിയിട്ട് പോയിൻ്റ് കറക്റ്റ് ചെയ്തിട്ട് ഒരു 5 കുളത്താണ് മാക്സിമം ഒരു ബ്ലൗസിന് വരിക. അത് എത്രയാണോ വേണ്ടത് അത് കറക്റ്റ് പോയിൻ്റ് ചെയ്ത ശേഷം വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇത് അതുപോലെ വി ഷേപ്പിലാണ്. വി ഫുള്ളായിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല, ചിലർ ചെറിയ വി കട്ടൊക്കെ കൊടുക്കുള്ളൂ. പക്ഷേ എനിക്ക് ശീലമായി പോയി വലുതിട്ടിട്ട് ഇതുപോലെ വി കട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 5 ഉക്കിനുള്ളത് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്ത് ശീലമല്ലാത്തവർ വരഞ്ഞിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കാണാണ്ട് അതുപോലെ കറക്റ്റാക്കി വെച്ച് ഫുള്ളായിട്ട് 5 കുളത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുളത്താനുള്ളൊരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ ഷേപ്പിൻ്റെ ഭാഗത്ത് +4 ഇഞ്ചിൻ്റെ ആവശ്യമില്ല. ബ്ലൗസെല്ലാം നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ 1-2 ഇഞ്ചൊക്കെ കൂട്ടിയാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിഫറൻസ് ഞാൻ ഇതിൽ കാണിച്ച് തരണ്ട് കേട്ടോ. മെഷർമെൻറ്റിലെ വ്യത്യാസം ഞാൻ കാണിച്ച് തരണ്ട്.
നെന്നിൻ്റെ ഭാഗത്തേക്കല്ല കേട്ടോ ഒരിക്കലും, വയറിൻ്റെ പോർഷനാണ് ഞാൻ പറയണത്, ശ്രദ്ധിക്കണേ. കാരണം ഇത് കുളത്തിടണതല്ലേ ബ്ലൗസ്. പിന്നെ നല്ല തടിയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും 2 ഇഞ്ച് വേണം. ഒട്ടും തടിയില്ല, 0 സൈസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു എത്രയാണ് ഷേപ്പ് എടുക്കുന്നത് മതി. ഇപ്പോൾ കാണാമല്ലേ നമ്മളെ ഫ്രണ്ടും ബാക്കൊക്കെ സ്റ്റിച്ചിങ്, ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റാണോ നമ്മളെ ടക്ക് കാര്യങ്ങൾ ഇതൊക്കെ നോക്കണം. ഇനി നമുക്ക് പൈപ്പിംഗ് ആണ്, അത് ഞാൻ ചെയ്തിട്ടുണ്ട് ക്രോസ് പീസ് വെച്ചിട്ട്. അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിക്കാണ്. ഇപ്പോൾ നമ്മുടെ ഓരോ സൈഡ് കാണാണ്ടോ 16 ഇഞ്ചാണ് വരുന്നത്. ഒരു ഭാഗം 8 ഒരു ഭാഗം 8 അങ്ങനെ 16 ഇഞ്ചാണ് വരുന്നത്. ബാക്ക് സൈഡ് കാണാണ്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് കറക്റ്റായിട്ട് നോക്കി നോക്കുക 18 ഇഞ്ചാണ്. ഈ 16ഉം 18ഉം എത്രയാണ് കിട്ടുന്നത് നോക്കി നോക്കുക, 34 ഇഞ്ചാണ് വരുന്നത്. കാണാമല്ലേ, 33 ഇഞ്ച് മതി നമുക്ക്. ഒരു ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ 2 സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1/2 ഇഞ്ച് കമ്മിയാക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് കറക്റ്റ് 33 ഇഞ്ച് മതി. കാണാമല്ലേ, 5 ഇഞ്ച് നമുക്ക് കൈൻ്റെ അടിഭാഗത്തേക്കും ആം ഹോള് 5.5 ഇഞ്ചും കിട്ടിയിട്ടുണ്ട്. അടിഭാഗം 25 ഇഞ്ചാണ് കേട്ടോ. ഇനി അതിൽ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇട്ട് നോക്കുമ്പോൾ കാണാണ്ടോ, ഞാൻ വീണ്ടും പറയണ്ട, ഡമ്മിമ്മ ഇടുമ്പോൾ അത്ര ഫിനിഷിങ് കിട്ടൂല കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം പിൻ ചെയ്ത് കൊടുക്കുക. കാണാണ്ടോ, ഇപ്പോൾ നമുക്ക് ആ വയറിൻ്റെ പോർഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ 4 ഇഞ്ച് കൂട്ടിൻ്റെ ലൂസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ. ചെസ്റ്റ് പോർഷനക്കും ചെറിയ ലൂസ് ഉണ്ട്. 34 ഇഞ്ച് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് 33 ഇഞ്ചേ വേണ്ടുള്ളൂ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ചെസ്റ്റിൻ്റെ ഭാഗം അതുപോലെ അടിഭാഗം ഇനി നമുക്ക് കാണാമല്ലേ 3 ഇഞ്ച് കമ്മി വരുത്തണം. അപ്പോൾ നമ്മളൊരു 3/4 ഇഞ്ച് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് 2 സൈഡ് 3/4 ഇഞ്ച് ഇതാ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാമല്ലേ, ഇപ്പോൾ നമുക്ക് കറക്റ്റ് 22 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇടുമ്പോഴത്തെ വ്യത്യാസം നോക്കിക്കൊണ്ട് കറക്റ്റ് ഫിറ്റായിട്ടാണ് കിട്ടുക. പിന്നെ ഡമ്മി ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ലൂസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിച്ച് നോക്കാനുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് വഴി അറിയിക്കാം കേട്ടോ. ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. കഴുത്തൊക്കെ ഹെമ്മിങ് ചെയ്യേണ്ടതാണ് ഭംഗിയിൽ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.